നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ തൊട്ടുപുറകിലുള്ള വേദഭാഗങ്ങൾ ആ പാരഗ്രാഫ് നമ്മൾ വായിച്ചു തീർത്തായിരുന്നു. ഹൃദയം കഠിനമാക്കിയ ഇസ്രായേൽ മക്കൾ, അതുകൊണ്ട് ദൈവം അവരുടെ ഹൃദയം കഠിനമാക്കി. ചുരുക്കത്തിൽ ഇത്രയുമാണ്. അതുകൊണ്ട് തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനമായി അവർ ദൈവിക സ്വസ്ഥതയിൽ അവർ പ്രവേശിച്ചില്ല എന്ന് നമ്മൾ കാണുവാനിടയായി. ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ അത് ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യം കൊണ്ട് ഒരു വാക്കുകൂടെ എടുത്തിട്ട് ഞാൻ പറഞ്ഞു, ദൈവിക പ്രവർത്തനത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ദൈവം നമുക്ക് റീസണബിൾ ആയിട്ടുള്ള സാവകാശം ഒരുക്കി തരും. ദൈവവചനം കേൾക്കുന്നതിനും കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നതിനും ദൈവം നമുക്ക് വഴി ഒരുക്കി തരും. എന്നാൽ ഹൃദയം കഠിനമാക്കിയാൽ ദൈവം അവരുടെ ഹൃദയത്തെ കഠിനമാക്കും. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇസ്രായേൽ മക്കൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, ദൈവിക വാഗ്ദത്തം ലഭിച്ചവരാണ്. ദേ ഹാവ് ഗോഡ്സ് പ്രോമിസ്. കനാൻ എന്ന് പറയുന്ന പ്രോമിസ് അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. എന്നാൽ അവർ ദൈവത്തെ എതിർത്ത് ദൈവശബ്ദം കേൾക്കാതെ വന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി ദൈവം അവരുടെ ഹൃദയം കഠിനമാക്കിയെന്ന്. അതാണ് ചിന്തിക്കും, ദൈവമക്കളുടെ ഹൃദയം ദൈവം കഠിനമാക്കുമെന്നൊരു ചോദ്യം വരും. ഞാൻ പറഞ്ഞു, ഫറവോന്റെ ചരിത്രത്തിൽ ജാതീയ രാജാവിൻ്റെ ഹൃദയം ദൈവിക കൽപ്പനകളെ എതിർത്തപ്പോൾ ദൈവം കഠിനമാക്കിയത് നമ്മൾ കണ്ടു. അത് നമ്മൾ റോമാലേഖനം 9-ാം അധ്യായത്തിൽ നമ്മളത് പഠിക്കുവാനിടയായി. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വാക്യം കൂടെ വായിക്കാം. നമ്മൾ ഇസ്രായേൽ മക്കളുടെ ഹൃദയം കഠിനമാക്കി എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് സങ്കീർത്തനത്തിൽ ഒരു വാക്യം പറയുന്നുണ്ട്. 81-ാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ, സാംസ് നമ്പർ 81, 81-ാം സങ്കീർത്തനത്തിൽ നമ്മൾ അതിൻ്റെ 11-ും 12-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. സാംസ് നമ്പർ 81 അതിൻ്റെ 11-ഉം 12-ഉം വാക്യങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തെ പറ്റി പറയുന്നൊരു വാക്കുണ്ട്. വായിച്ചു. എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്കു കേട്ടനുസരിച്ചില്ല, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. അതുകൊണ്ട് അവൻ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. ശ്രദ്ധിക്കുക, വളരെ നമ്മൾ പരിചയമുള്ള വേദഭാവമാണ്. എന്ത് ചെയ്തു? അവര് എൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ല, ഇസ്രായേൽ എന്നെ എന്ത് ചെയ്തില്ല? കൂട്ടാക്കിയില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തവരെ? നമ്മളെന്താ ചെയ്യുന്ന വയ്ക്കുന്നത്? ദൈവം അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. ഞാൻ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ചുരുക്കം ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ അർത്ഥം. ദൈവം ജനമായാൽ ഒരു പ്രോമിസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ദൈവ ശബ്ദം കേൾക്കുന്നവരാണെങ്കിലും എന്നാൽ അനുസരണക്കേട് കാണിച്ച് മുമ്പോട്ട് പോയാൽ നമ്മൾ വായിക്കുന്നത് ദൈവം അവരുടെ ഹൃദയത്തെ കഠിനമാക്കി. സോ ഇറ്റ് ഈസ് എ വാർണിംഗ്. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വാർണിംഗ് കൊടുത്തിട്ട് പറയുകയാണ്, they shall not enter into my rest. അവരെൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ദൈവം ഒരു സത്യം ചെയ്യുകയാണ്. അതിന് ക്രോധത്തിൽ സത്യം ചെയ്തതെന്ന് വായിച്ചു. ഇന്ന് നമ്മൾ വായിക്കുമ്പോൾ അതിന് 12 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ ഭയത്തോടെ ലേഖനകർത്താവ് ആ ജനത്തോട് പറയുന്ന വേദഭാവമാണ്. നമ്മൾ അതിൻ്റെ 12 മുതൽ 12, 13, 14 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഈ എബ്രായ വിശ്വാസികളോട് ഈ പറയുന്ന പാരഗ്രാഫിലെ കാര്യങ്ങൾ പറഞ്ഞ് ഹൃദയം കഠിനമാക്കപ്പെട്ട ജനവും നമ്മൾ വായിച്ചതുപോലെ ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് പറഞ്ഞ ജനത്തെ പറ്റി എടുത്ത് പറഞ്ഞിട്ട് അവർക്ക് വളരെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളൊരു വാണിംഗ് കൊടുക്കുകയാണ്. 12, 13, 14 വാക്യങ്ങളിൽ അവിടെ നമ്മൾ വായിച്ച വേദഭാവമാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വായിക്കുന്നത്, ടേക്ക് കെയർ ബ്രദറൻ ലെസ്റ്റ് ദെയർ ബി ഇൻ എനി ഓഫ് യു ആൻ ഈവിൾ ഹാർട്ട് ഓഫ് അൺബിലീഫ് ഇൻ ഡിപ്പാർട്ടിങ് ഫ്രം ദ ലിവിങ് ഗോഡ്. താൻ അവരോട് പറയാൻ ഒരു വാണിംഗ് കൊടുക്കുകയാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും എന്ത് ചെയ്യല്ല? അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകരുത്. കാര്യം എടുത്തു പറഞ്ഞിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾക്കാർക്കും അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകരുത്. ഇതുപോലെ ഞാൻ ഈ വാണിങ് ദൈവമക്കളോടും കൂടെ ഉള്ളതാ. ഇന്ന് രാത്രികാലം നമ്മളോടും പറയുന്ന വാണിംഗ് ആണ്. എന്ത് ചെയ്യല്? ഇവരെ പോലെ നമുക്ക് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമുക്കും ഉണ്ടാകരുത്. ദൈവത്തിൻ്റെ ആത്മാവ്, ഹോളി സ്പിരിറ്റ് ഈസ് ടോക്കിംഗ് ടു അസ്, നമ്മളോടും
അനുദിനം സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം, നമ്മളോട് സംസാരിക്കുന്ന ശബ്ദം നമ്മൾ വിട്ടുകളഞ്ഞ് സ്വന്തം ഇഷ്ടപ്രകാരം പോയാൽ, ഇഫ് യു ഗോ ഇൻ അവർ ഓൺ വേസ്, ദൈവം എന്ത് ചെയ്യും? നമ്മൾ അവസാനം വായിക്കുന്ന പോലെ ദൈവം അവരെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ച് കളയും എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ കണ്ടത്. അവർക്കുള്ളൊരു വാണിംഗ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. നമ്മളിവിടെ പറഞ്ഞൊരു വാക്യമുണ്ട്, ഇങ്ങനെ വായിക്കുന്നത്, മലയാളത്തിൽ വായിക്കുമ്പോൾ അതിനൊരു സൊല്യൂഷനും ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ പറയുന്നുണ്ട്. ഞാൻ ആ സൊല്യൂഷനിലേക്ക് വരുന്നതിന് മുമ്പ് ഇവരെ പറ്റി പറയുകയാണ്. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം, അതിന് മുമ്പത്തെ വാക്യങ്ങളിൽ നമ്മൾ വായിച്ചതാണ്. 10-ാം വാക്യത്തിൽ വായിച്ചത് തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനം, വെറുതെ അല്ല, എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനം. 8-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു കഠിനമാക്കുന്ന ഹൃദയം എന്ത് ചെയ്തു? അവര് ഹൃദയം കഠിനമാക്കുന്നവരായിരുന്നു. ഈ ഹൃദയത്തെ പറ്റി വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ വാക്യങ്ങൾ എടുത്തു പറയുകയാണ്. 12-ാം വാക്യത്തിൽ നമ്മളിപ്പോൾ വായിച്ചത് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം, ഇവർക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പ്, ദൈവത്തിൻ്റെ ആത്മാവ് മുന്നറിയിപ്പ് കൊടുക്കുക മാത്രമല്ല അതിന് സൊല്യൂഷനും തരുന്നുണ്ട്. നമ്മൾ ഈ വായിക്കുന്ന വേദഭാഗങ്ങളിൽ 12, 13, 14 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ഇസ്രായേൽ മക്കളുടെ ചരിത്രം പറഞ്ഞതിന് ശേഷം 3 സൊല്യൂഷൻസ് 12, 13, 14 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. മുന്നറിയിപ്പുമുണ്ട്, സൊല്യൂഷനുമുണ്ട്. നിങ്ങൾ അവരുടെ ചരിത്രം, നമ്മൾ പറയുന്ന പോലെ എടാ അവരുടെ ചരിത്രം നോക്ക്, പറയാതെ പോയ ആൾക്കാരുടെ ചരിത്രം നീ ഒന്ന് നോക്കിക്കേ, അതുപോലെ നിനക്ക് വരരുത് നമ്മൾ കുഞ്ഞുങ്ങളോട് പറയും അല്ലേ. നമ്മൾ പറയുന്ന വഴി കൂടെ കേട്ടു പോയില്ലെന്നുണ്ടെങ്കിൽ നീ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവ് എബ്രായ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ ഇസ്രായേൽ മക്കളുടെ ചരിത്രം നോക്ക്, അവർ ഹൃദയം കഠിനമാക്കി, അതുപോലെ നിങ്ങൾക്കും വരരുത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അവരെ പോലുള്ള ഈ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകരുത് എന്ന് പറഞ്ഞവരെ വാൺ ചെയ്യുകയാണ്. നമുക്കറിയാം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെപ്പോഴും അറിയാം. യിരെമ്യാ പ്രവചനം യിരെമ്യാ ചാപ്റ്റർ 17 വേഴ്സ് 9 and 10 നമ്മൾ വായിക്കുമ്പോൾ ഹൃദയം ഏറ്റവും നമ്മൾ വായിക്കണം, നമുക്കറിയാവുന്നത് ഹൃദയം ഏറ്റവും കാപഢ്യം നിറഞ്ഞതാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല പറയുന്നത്. കാര്യം നമ്മുടെ സ്വന്തം ഹൃദയം പോലും നമ്മളെ കബളിപ്പിക്കാം, നമ്മളെ തന്നെ കബളിപ്പിക്കുന്ന നമുക്കറിയത്തില്ല. നമ്മൾ വിചാരിക്കും അച്ഛാ ഞാൻ ഞായറാഴ്ച മീറ്റിങ്ങിന് വരുന്നുണ്ട്, ഞാൻ ചിലപ്പം ഞാൻ എന്തോ ഞാനിങ്ങനെ പോകുന്നുണ്ടല്ലോ. നമ്മൾ അറിയത്തില്ല. ഇപ്പോൾ ഇസ്രായേൽ മക്കളോട് ചോദിച്ചാൽ അവർ ചിലപ്പോൾ പറഞ്ഞു കാണും, ഞങ്ങൾ ഈ മിസ്രൈമിൽ നിന്നൊക്കെ ഇറങ്ങി വെറുതെയാണോ, ഞങ്ങളെല്ലാം പഴയതെല്ലാം വിട്ടേച്ച് വന്ന് ഇപ്പോൾ പെന്തക്കോസി വന്ന്, ഞാൻ ഉദാഹരണം പറഞ്ഞു കേട്ടോ, പെന്തക്കോസി വന്ന് എല്ലാം വിട്ടു വന്നതാണ്. ഞങ്ങൾ പിന്നെ ഇവിടെ പ്രേയറിനൊക്കെ പോകുന്നുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും നമുക്ക് തോന്നുമ്പം നമ്മുടെ മനസ്സിനെ നമുക്ക് തന്നെ എന്ത് ചെയ്യാം, ആശ്വസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും തോന്നും. ശരിയാണല്ലോ, ഞാൻ അങ്ങനെയൊക്കെ ആണല്ലോ എന്ന് തോന്നും. എന്നാൽ നമ്മൾ അറിയുന്നില്ല, ഇസ്രായേൽ മക്കൾ അറിയുന്നില്ല, അവര് ഹൃദയം സ്വയമായിട്ട് കഠിനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളവർ അവരറിയുന്നില്ലായിരുന്നു. അതുപോലെ നമ്മളോടും പറയുന്നൊരു കാര്യം, ഹൃദയം ഏറ്റവും കാപഢ്യം നിറഞ്ഞതാ. വചനത്തിൽ വായിക്കുമ്പോൾ സെൽഫ് ഡിസെപ്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രശ്നമാണ്. ഏതു പ്രശ്നത്തെക്കാളും വിഷയം എന്ന് വെച്ചാൽ സ്വയം വഞ്ചിക്കപ്പെടുന്നത്. ഇപ്പം ഞാൻ പറയാം, അപ്പുറത്തിരിക്കുന്ന ഒരാൾ എന്നെ കബളിപ്പിക്കുകയാണ്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, എടാ അവൻ എന്നെ, നമ്മൾ പറയത്തില്ല അവൻ എന്നെ പതുക്കെ ഇത്രത്തോളം അവൻ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല, എന്നാലും അവൻ എന്നെ കബളിപ്പിച്ചല്ലോ എന്ന് പറയുമ്പം നമുക്ക് അറിയാം കബളിപ്പിക്കും. എന്നാൽ നമ്മൾ സ്വയം കബളിപ്പിക്കപ്പെട്ടാലോ? വചനത്തിൽ പല പ്രാവശ്യം പറയുന്നുണ്ട്. 1 യോഹന്നാൻ 1:18 പറയുന്നുണ്ട്. അതുപോലെ യാക്കോബിന്റെ ലേഖനം ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 22 പറയുന്നുണ്ട്. നമ്മളറിയാതെ പാപത്തെ ദൈവത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ നമ്മൾ സിന്നിനെ ഹൈഡ് ചെയ്യുന്നതും, അതുപോലെ നമ്മുടെ റിലീജിയസ് പ്രാക്ടീസസ്, ഞാൻ പറഞ്ഞില്ലേ ഞായറാഴ്ച വന്ന് അറ്റൻഡൻസ് വെച്ചിട്ട് പോവുക, എന്നാൽ അതിന് വരുന്നതിന് മുമ്പ് നമുക്ക് ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ ആഴത്ത് നമ്മൾ ദൈവത്തെ ആരാധിക്കുവാനുള്ള കാഴ്ചപ്പാടാണോ വരുന്നത്? നമ്മളറിയാം, ഈ നാമധേയ സഭകളിലൊക്കെ ആണെങ്കിൽ അവര് അറ്റൻഡൻസ് വെക്കാൻ വേണ്ടി പോകും. എന്തിനാ ചെന്നു എന്ന് അവിടെ ഞാൻ ഓർക്കുന്നുണ്ട്. പണ്ട് ചെറുപ്പത്തിൽ ഞാൻ ഇടയ്ക്ക് ഞങ്ങളുടെ കമ്പനിയിൽ ഈ വിളിക്കുന്ന ആൾക്കാരോടൊക്കെ മീറ്റിങ്ങിന് വരാനൊക്കെ പറയും. ഉടനെ പറയും, ഇല്ല അച്ഛാ അവിടെ ചെല്ലണം. അന്നേരം ഇവരെവിടാ നിൽക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തഡോക്സുകാരനാ. അത് പറയും ഞങ്ങൾ വെളിയിൽ നിൽക്കും, മുണ്ടുമൊക്കെ എടുത്ത്. അകത്ത് അച്ഛൻ ഏതോണ്ടൊക്കെ പറയും ഞങ്ങൾ വെളിയിൽ നിൽക്കും, കാര്യം കൂടിയെന്ന് പറയുന്ന പോലെ. ഇതുപോലെ നമ്മൾ ചിലരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അകത്ത് കയറിയിരിക്കും, പക്ഷെ മനസ്സും കാര്യങ്ങളൊന്നും ഇവിടെ നിന്നല്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് ദൈവത്തിനെ ആരാധിക്കാൻ വേണ്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റൻഡൻസ് ഉണ്ട്. അതാണ് ഒരു വലിയ സെൽഫായിട്ടുള്ള ഡിസെപ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയം എല്ലാത്തിനേക്കാളും കാപഢ്യമേറിയതാണ്.
ഇസ്രായേൽ മക്കളുടെ തിരികെ പോക്ക് നമ്മൾ പഠിക്കുമ്പം ഞാൻ പറയാം, 2 തരത്തിൽ നമുക്ക് തിരികെ പോകാൻ പറ്റും. ഞാൻ അതുകൂടെ ഒന്ന് പറഞ്ഞേച്ചു പോകാം. 2 തരത്തിൽ ഇസ്രായേൽ മക്കൾക്ക് തിരികെ പോകുന്നതായിട്ട് വചനം പറയുന്നുണ്ട്. നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ ഇതിൻ്റെ വെച്ചാൽ നമ്മളിങ്ങനെ പറയാം, ചില ആൾക്കാരുടെ ഇരിപ്പ് ഇവിടെ മനം അവിടെ, അങ്ങനെ പറയത്തില്ലേ? ശരീരം ഇവിടെ ഇരിപ്പുണ്ട്, മനം വേറെടുത്തും ഇരിക്കും. ഇസ്രായേൽ മക്കളെ ആദ്യം കൊണ്ടുവരുമ്പോൾ കനാൻ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ചെങ്കടൽ കടന്നപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചതാണ്. എക്സഡസ് ചാപ്റ്റർ 14:17, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ അവരോട് പറയുകയാണ്, നിങ്ങൾ ഇവിടുത്തെ ഈ പലസ്തീനിൽ കൂടെ പോകുമ്പോൾ യുദ്ധം കണ്ട് പേടിച്ചിട്ട് നിങ്ങൾ തിരിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വായിച്ചത് കഴിഞ്ഞ ആഴ്ച. നമ്മൾ തിരിച്ചു പോകാൻ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 17-ാം വാക്യമാണ്. എക്സഡസ് ചാപ്റ്റർ 14:17. അവർ പറയാം, നിങ്ങൾ തിരിച്ചു പോകുന്നത് കൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവരെ മലയുടെ സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെ വിട്ടു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വേണേൽ ഫിസിക്കലി മടങ്ങിപ്പോകാം. ചില ആൾക്കാർ അങ്ങനെ പോകുന്നവരുണ്ട്. എന്നാൽ അത് പോവുകയാണെങ്കിൽ പോയെന്നെങ്കിലും അറിയാൻ പറ്റും. വേറൊരു കൂട്ടരുണ്ട്, ഹൃദയം കൊണ്ട് മടങ്ങിപ്പോകുന്നവരുണ്ട്. ഓ അച്ഛാ എന്തോ ഞങ്ങളവിടെ പോകുന്നില്ല, എന്നാലും ഞങ്ങൾക്ക് പഴയ ആ മണിയടിയും കുലുക്കവും പോയടിയിലും ഒക്കെ വിടുന്നതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം അച്ഛാ എന്നും പറഞ്ഞൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു വാക്യം എടുക്കാം. ആക്സ് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യത്തിൽ അവിടെ സ്തെഫാനോസ് അത് തൻ്റെ പ്രസംഗത്തിൽ ഇസ്രായേൽ മക്കളുടെ ഒരു അവസ്ഥയെ പറ്റി പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോ. ആക്സ് ചാപ്റ്റർ 7. അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് പിന്തിരിഞ്ഞു. മതി, ശ്രദ്ധിക്കുക. ഇവിടെ ശരിക്കെന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് എവിടെ പോയി? മിസ്രയീമിലേക്ക് പിന്തിരിഞ്ഞു. ഇവരെവിടെ ഇരിക്കുന്നത്? കനാൻ നാട്ടിലോട്ടുള്ള യാത്രയില്ല. പക്ഷെ ഹൃദയം എവിടെ ഇരിക്കുന്നേ? മിസ്രയീമിൽ. ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലായി. അത് ഒന്ന് ഫിസിക്കലി മടങ്ങിപ്പോകാം, രണ്ടാമത് എങ്ങനെ പോകാം? ഹൃദയം കൊണ്ട് മടങ്ങിപ്പോകാം. നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് തരുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ പിന്മാറിപ്പോകുന്നത്, ചിലര് ഫിസിക്കലി പിന്മാറി അവരുടെ പഴയ നിലയിലേക്ക് പോകുന്നവരുണ്ട്. ഓ ഇതൊക്കെ ഇട്ടേച്ച് പോയി അച്ഛാ, കാര്യമൊന്നുമില്ല, ഇവിടെ നിന്നിട്ടും കാര്യമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ വേറൊരു കൂട്ടം ജനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവര് സഭയ്ക്കകത്ത് ഇരിക്കുകയും ചെയ്യും. പോക്ക് പോകുന്ന കണ്ടാൽ വിശ്വാസി എന്ന് നമ്മൾ സാധാരണഗതി പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളയൊക്കെ ഇട്ട് നമ്മൾ വീശയൊക്കെ വടിച്ച് ആവരണമൊക്കെ ഊരി എല്ലാ ആഴ്ചയിലും മീറ്റിങ്ങിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെന്തക്കോസാന്ന് തോന്നും. മനസ്സുകൊണ്ട് എംറ്റി റിലീജിയസ് പ്രാക്ടീസസ് ആയിട്ട് സെൽഫ് ഡിസെപ്ഷനിലായിരിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. അവരെ പറ്റി അവർ ഹൃദയം കൊണ്ട് പിന്മാറിപ്പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഞാൻ പറഞ്ഞ ചുരുക്കം ഇതാണ്. ഇന്ന് രാത്രികാലവും ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് കൊടുക്കുന്ന മുന്നറിയിപ്പ്, യഹൂദ ഈ ഇസ്രായേൽ മക്കള് ഹൃദയകാഠിന്യം വന്ന് മടങ്ങി മിസ്രയീമിലേക്ക് പോകുന്നത് പോലെ, അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് അകന്നു പോയിരിക്കുന്നത് പോലെ, ദൈവത്തെ ഹൃദയകാഠിന്യം കൊണ്ട് തള്ളിപ്പറഞ്ഞ് അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാതിരുന്നത് പോലെ, രണ്ടാമത് ഈ എബ്രായ സഭയോട് പറയുകയാണ്, നിങ്ങളിപ്പോൾ യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്ത്യാനിത്വത്തിലേക്ക് വന്നതിന് ശേഷം പോകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് പോലെ, ഞാൻ മൂന്നാമത് തിരിച്ചു പറയാം, നമ്മളോടുള്ള മുന്നറിയിപ്പ്, നമ്മൾ ദൈവത്തെ അറിഞ്ഞ് അവൻ വിശ്വാസിയായി വന്നതിന് ശേഷം മനസ്സുകൊണ്ട് തിരികെ പോകാവുന്ന നിലയിലേക്ക് നമുക്കായി തീരാമെന്നുള്ളൊരു മുന്നറിയിപ്പ് നമ്മുടെ മുമ്പിൽ കിടക്കുക. ഞാൻ പറഞ്ഞത് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഈ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമല്ല. നമ്മൾ ഈ ഭാഗത്ത് വായിക്കുമ്പോൾ ഇങ്ങനെ ഹൃദയകാഠിന്യം ഉണ്ടായ ജനത്തെ പറ്റി ഞാൻ എപ്പോഴും പറയാം, അവർ മിറക്കിൾസ് കണ്ടവരാണ്. ഞാൻ ഈ ഇസ്രായേൽ മക്കളെക്കാളും വളരെ ശക്തന്മാരായിരുന്നു യഹൂദ വിശ്വാസികൾ. നമ്മൾ ഈ എബ്രായ ലേഖനത്തിലുള്ള വിശ്വാസികൾക്ക് ലേഖനകർത്താവ് എഴുതുന്നത്. മറ്റിടത്ത് നമ്മൾ വായിക്കുന്ന അവർ അത്ഭുതം കണ്ടു, മന്നയൊക്കെ ഉണ്ട്. എന്നാലും വെച്ചാൽ മനസ്സിനകത്തിൽ ഇത്രയും മിറക്കിൾസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അത്ഭുതങ്ങൾ എങ്ങനെയാ 1 by 1 ആയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? അത്ഭുതങ്ങൾ കാണുന്നുണ്ട്. അവരുടെ ചെരുപ്പ് തേയുന്നില്ല, പിന്നെ അവരുടെ വസ്ത്രം പഴകുന്നില്ല, പിന്നെ അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവർക്ക് മന്ന കിട്ടുന്നുണ്ട്, അവർക്ക് അതുപോലെ തന്നെ കാടപ്പക്ഷികളുടെ അവർക്ക് ഭക്ഷിപ്പാനുള്ള മാംസം കിട്ടുന്നുണ്ട്. വളരെ മിറാക്കിൾ കൊണ്ട് ജീവിച്ച് മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോകുന്ന ജനമാണ്. പക്ഷെ അവരെ പറ്റി നോക്കിയിട്ട് ലേഖനകർത്താവ് പറയുക, അവര് ഹൃദയകാഠിന്യ നിമിത്തം പിന്മാറിപ്പോയി. എന്നാൽ അതിൽ നിന്നൊക്കെ എത്ര ശ്രേഷ്ഠമാണ് ഈ ലേഖനകർത്താവ് പറയുന്ന ഈ എബ്രായ വിശ്വാസികൾ. നമ്മൾ 10-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ പഠിച്ചപ്പോൾ ആദ്യം പറഞ്ഞതാണ്, അവരെന്ത് ചെയ്തു? അവർ സമ്പത്തുകളുടെ അപഹാരം,
ഇത് ചെയ്തു. അവരെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നുള്ള ഒറ്റപ്പെടലുകളൊക്കെ അനുഭവിച്ചവരാ അവര്. എന്നിട്ട് അവർക്ക് കൊടുക്കുക. ഇങ്ങനെയുള്ള ജനം അവര് പിന്മാറിപ്പോകുന്നൊരു നിലയിലേക്ക് വന്നിട്ടാണ് പൗലോസ് അവർക്ക് വാണിംഗ് കൊടുക്കുന്നത്. നിങ്ങൾ പണ്ട് കാലത്ത് നിങ്ങൾ ആയിരുന്ന സാഹചര്യങ്ങൾ മറന്നു പോകാതെ ഒന്ന് ഓർത്തോണം. ഞാൻ നിങ്ങളോട് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ബേസിസിൽ ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ ആത്മാവിൻ നമ്മളോട് സംസാരിക്കാനുള്ളത്, നമ്മൾ ദൈവത്തെ അറിഞ്ഞു, യേശുവിൽ വിശ്വസിച്ചു, തിരുവചനം പറയുന്ന വിശ്വാസ സ്നാനം സ്വീകരിച്ചു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചു, നമ്മൾ വിശുദ്ധമായ ക്രിസ്ത്യ ജീവിതം നയിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ മുമ്പിലും മറന്നു പോകാതെ ദൈവത്തിൻ്റെ ആത്മാവ് തരാനുള്ളൊരു വാണിംഗ് ഉണ്ട്. അവരെ പോലെ നമ്മളും ചിലപ്പോൾ സ്വസ്ഥതയിൽ പ്രവേശിക്കാതെ ഹൃദയകാഠിന്യമുള്ളവരായി മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവരെ പറ്റി പറയുന്ന ഒരു കാര്യം, ഞാൻ ആ വാക്യത്തിലേക്ക് കടന്നു വരികയാണ്. ഇവർക്കുണ്ടായ മനസ്സിനെ പറ്റി പറയുന്നത്, അവിശ്വാസമുള്ള ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയുന്ന അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. ആ വാക്യം നിങ്ങൾ വളരെ വ്യക്തമായിട്ടൊന്ന് വായിച്ചു നോക്കണം. ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയുന്ന അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം അവർക്ക് ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. An evil heart of unbelief in falling away from the living God. ജീവനുള്ള ദൈവത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്ന അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. ഇത് വളരെ നിങ്ങളൊരു കാര്യം, ഈ വാക്യം വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇറ്റ് ഈസ് ആൻ ഔട്ട്റൈറ്റ് അപ്പോസ്റ്റസി, അല്ലെങ്കിൽ കംപ്ലീറ്റ് റിജക്ഷൻ ഓഫ് ഗോഡ് ആണ്. ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയുന്ന ഉപേക്ഷിക്കലാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു ക്ലാരിഫിക്കേഷൻ വേണം. ഞാൻ അതൊന്ന് പറഞ്ഞിട്ട് പോകാം. ഈ പിന്മാറ്റവും ത്യജിച്ചു കളയലും രണ്ടും രണ്ടാണ്. ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നമ്മൾ ഫോളിങ് അവേ ഫ്രം ദ ഗോഡ് ആൻഡ് റിജക്ഷൻ ഓഫ് ഗോഡ് ആർ ടു ഡിഫറെന്റ് മാറ്റേഴ്സ്. രണ്ടും രണ്ട് കാര്യമാണ്. നമുക്ക് ഈ പിന്മാറ്റം എന്ന് പറയുമ്പോൾ, ഞാൻ ഉദാഹരണം പറയാം. പിന്മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മാനുഷികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യം വരും, എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ നമ്മൾ മാനുഷികമായിട്ട് മാറിപ്പോകുന്ന പിന്മാറ്റം. എന്നാലും നമ്മൾ എന്ത് ചെയ്യും? ദൈവമകൻ വീണ്ടും ഓടി കർത്താവിങ്കിലേക്ക് വരും. ആ പരാജയത്തിന് മുമ്പിൽ അവൻ കർത്താവിങ്കിലേക്ക് വരും. എന്നാൽ ഇവിടെ പറയുന്ന കാര്യമെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ആൻ ഔട്ട്റൈറ്റ് റിജക്ഷൻ ഓഫ് ഗോഡ്. ദൈവത്തെ പരിപൂർണമായി തള്ളിക്കളയുക, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയുന്ന അവസ്ഥ. അത് ഇസ്രായേൽ മക്കൾക്ക് ഉണ്ടായി, എബ്രായ വിശ്വാസികൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് വാണിംഗ് കൊടുക്കുകയാണ്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന നമ്മളോട് പറയുക, നമ്മളും ദൈവസന്നിധിയിൽ ദൈവഹിതപ്രകാരം നമുക്കുമുള്ള മുന്നറിയിപ്പാണ്, ഇങ്ങനെയുള്ള നിലയിൽ അങ്ങനെ അവസ്ഥകൾ ഉണ്ടാകാം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ഞാൻ പറയാം, ഇപ്പോൾ ഉദാഹരണം, ഒരു ഭാര്യ ഭർത്താവ്, ഞാൻ വെറുതെ ഒരു നാടൻ എക്സാമ്പിൾ അങ്ങ് പറയുകയാണ്. ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും വഴക്കൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ നാച്ചുറലായിട്ട് ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ പറയുമ്പോൾ എന്നാൽ പിന്നെ ചില നാട്ടിലത്തെ കാര്യം പറഞ്ഞു കേട്ടോ, ഇവിടെ അങ്ങനെ പോകാൻ പറ്റത്തില്ല. എന്നാൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഭാര്യ പെട്ടെന്ന് കയറി അടുത്ത ബസ്സേ കയറി അവരുടെ സ്വന്തം വീട്ടിലോട്ട് അങ്ങ് പോകും, വഴക്കുണ്ടാക്കിയിട്ട്. 2 ദിവസം കഴിയുമ്പം അവിടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും തിരിച്ച് വീട് വരും. ഇത് നമ്മൾ പറയുന്ന ഒരു നോർമൽ പിന്മാറ്റമാണ്, അല്ലേ? അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വരാറുണ്ട്. പിന്നെ ഇവർ രണ്ടും കൂടെ പിന്നെയും കൂടി അടുത്ത ദിവസം 2 ദിവസം കഴിയുമ്പോൾ എടി വാടി എന്ന് വിളിക്കുമ്പോൾ ഉടനെ പിന്നെ എന്ത് ചെയ്യും? ഉടനെ പിന്നെയും തിരിച്ച് പെട്ടു എല്ലാം കറങ്ങി തിരിച്ചു വരും. അത് നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന ഒരു പിന്മാറ്റം എന്ന് നമുക്ക് പറയാം. എന്നാൽ ഈ തള്ളിക്കളയൽ എന്ന് പറയുന്നത്, ഭാര്യ പോയിട്ട് ഡൈവോഴ്സ് നോട്ടീസ് കൊടുക്കുന്നു വിചാരിക്കുക, ഇങ്ങനെ വരുമ്പോഴും. ഇതെന്ന് പറയുന്നത് ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞ കേട്ടോ, ഇത് ത്യജിച്ചു കളയല്ല. കാര്യം ആ ബന്ധമേ പരിപൂർണമായി അവസാനിപ്പിക്കുന്ന നിലയില്ല. ഇതുപോലെ ദൈവ സന്നിധിയിലായിരിക്കും നമ്മുടെ മനസ്സിലും മനസ്സിലാക്കണം, ഈ പിന്മാറ്റവും ത്യജിച്ചു കളയലും രണ്ടും രണ്ടാ. അച്ഛാ, ഞാൻ അങ്ങനൊന്നും ചെയ്യത്തില്ല എന്ന് മനസ്സിൽ ചിന്തിക്കും. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് വാണിംഗ് നൽകുകയാണ്. ഈ എബ്രായ വിശ്വാസികൾക്ക് വാണിംഗ് കൊടുക്കുകയാണ്. യു ക്യാൻ റീച്ച് ടു ദാറ്റ് പൊസിഷൻ. അവിടെ നിങ്ങൾക്ക് ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാൻ പറ്റുമെന്നുള്ള വിഷയം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഈ നമ്മുടെ ജീവിതത്തിലും അറിയാതെ ഹൃദയം എല്ലാറ്റിനേക്കാളും കാപട്യം നിറഞ്ഞതായതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവിക്കുക. ഞാൻ എന്താ പറയുക, ഇന്നത്തെ ക്രിസ്തീയ ലോകത്ത് ഒത്തിരി തിരിഞ്ഞു നോക്കിയാൽ വിശ്വാസത്തിൽ വന്നിട്ട് ഞാൻ അനേകരെ ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. വന്നതിന് ശേഷം എല്ലാം മനസ്സിലാക്കി, സത്യം മനസ്സിലാക്കിയിട്ട് തിരികെ പോയി വീണ്ടും ശിശുസ്നാനം സ്വീകരിച്ച ആൾക്കാരെ എനിക്കറിയാം.
ഇവരെന്താ മനസ്സിലാക്കുക? ഹൃദയം കഠിനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെയുള്ള വിഷയം എന്ന് പറയുന്നത് ദർ ഈസ് നോ സൊല്യൂഷൻ. ഞാൻ പറഞ്ഞ പോലെ ദൈവം ഹൃദയം കഠിനമാക്കി. നമ്മൾ വായിച്ചല്ലോ എങ്ങനെ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ദൈവം ഹൃദയത്തെ കഠിനമാക്കി. ഫറവോന്റെ ജീവിതത്തിൽ ദൈവം ഫറവോനെ കഠിനമാക്കി. വിശ്വാസിയുടെ ഹൃദയം കഠിനമാകാം. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ മക്കളുടെ ഹൃദയം കഠിനമാകാമെങ്കിൽ ഫറവോന്റെ ഹൃദയത്തെ ദൈവത്തിന് കഠിനമാക്കാമെങ്കിൽ നിരാധികാലം പറയാം, ദൈവത്തെ ത്യജിച്ച് കളയുന്ന, ദൈവത്തിന്റെ വചനത്തിന് വില കൊടുക്കാതെ പലപ്പോഴും കേട്ടിട്ടും തള്ളിക്കളയുന്നവര് നമ്മളും അറിയാതെ ഈ പറഞ്ഞ പോലെ ദൈവത്തെ ത്യജിച്ച് കളയുന്ന ഹൃദയമുള്ളവരായി തീരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞത് സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവം നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ഈ വേദഭാഗത്തിൽ. ഈ കർത്താവ് നമ്മൾ വചനം വായിക്കുമ്പോൾ ഈ പിന്മാറ്റത്തെ പറ്റി യേശു കർത്താവ് പലപ്പോഴും പറയാറുണ്ട്. പിന്മാറ്റം സംഭവിക്കുന്ന കാര്യത്തെപ്പറ്റി പറയുന്നുണ്ട്. ഈ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മൾ വായിച്ചതല്ലേ, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ദൈവത്തെ തിരിച്ചു. അന്നേരം അവിടുത്തെ റീസൺ എന്ന് പറയുന്നത് അവിശ്വാസമാണ്. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകരുത്. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ യേശു കർത്താവ് തൻ്റെ മുമ്പിൽ അവിശ്വാസവുമായിട്ട് കടന്നു വന്ന ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല. അവിടെ പറയുന്ന ജാതി എന്ന് പറയുന്നത് ശിഷ്യന്മാർ വരുന്നത് നമുക്കറിയാം. ഞാൻ ആ വാക്യം എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അവരൊന്ന് പ്രൈവറ്റായിട്ട് കർത്താവിനോട് ചോദിക്കുക, ഞങ്ങളും പ്രാർത്ഥിച്ചല്ലോ, ഞങ്ങളും ശക്തിയോടൊക്കെ പ്രാർത്ഥിച്ചു, എന്തുകൊണ്ടാണ് ഈ സൗഖ്യം വരാതിരുന്നെന്ന് ചോദിക്കുമ്പോൾ യേശു കർത്താവ് പറയുകയാണ് ഞാൻ പറയാം, യേശു കർത്താവ് പറഞ്ഞത് ഉപവാസാലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല. അവിശ്വാസം എന്നുള്ളത് ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിന് കൊടുക്കേണ്ട വില കൊടുക്കണം, അതിനുള്ള പ്രാധാന്യം കൊടുക്കണം. ഉപവാസം, ഞാൻ ഉപവാസത്തെ എടുക്കുന്നതല്ലേ, ഉപവാസത്തിന് വേണമെങ്കിൽ ഉപവാസം. അവിശ്വാസം മാറണമെങ്കിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഉപവാസങ്ങളും കാര്യങ്ങളും പ്രാർത്ഥനയും എന്നൊക്കെ പറയുന്നത് അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് വി ഹാവ് ടു ബി സ്ട്രോങ് ഇൻ ഫെയ്ത്ത്, വിശ്വാസത്തിൽ ശക്തിപ്പെടുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നത്, ഇതിനെയൊക്കെ നമ്മൾ സഭയായിട്ട് കൂടുന്ന മീറ്റിങ്ങുകളാണെങ്കിലും കാര്യങ്ങളെയും വില കുറച്ച് കാണുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ അറിയത്തില്ല, പലരും അവര് വലിയ ആൾക്കാരാണെന്നൊക്കെ ചിന്തിക്കുമായിരിക്കും. എന്നാൽ പലരും പരാജയപ്പെട്ടു പോകുന്നതിന്റെ കാരണം ദൈവ വചനത്തെയും വാഗ്ദത്തെയും വില കുറച്ച് കാണുന്നത് കൊണ്ടാണ്. ഹൃദയം അറിയാതെ കഠിനപ്പെട്ടു പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ്. ഇന്ന് രാത്രികാലം നമുക്ക്, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരട്ടെ. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇവരെ പറ്റി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത്, ഒരു സൊല്യൂഷൻ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് പിന്നീട് കടന്നു വരാം. എങ്ങനെയാണ് ഇവർക്ക് ഈ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകുന്നത്? ഞാൻ ചർച്ചിന്റെ ഗ്രൂപ്പിൽ ഒരു വേദഭാഗം, ഒരു വാക്യം ഞാൻ ഈ ഭാഗം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനത് എഴുതാനിടയായത്. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ അതിനകത്ത് ഇങ്ങനെ എഴുതി, അൺബിലീഫ് ഈസ് നോട്ട് ഇന്നബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ബട്ട് അൺവില്ലിങ്നെസ് ടു ട്രസ്റ്റ്. ഞാൻ എഴുതി ഇങ്ങനെ ആയിരുന്നു, അവിശ്വാസം എന്ന് പറയുന്നത്, ഇവർക്ക് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടായെന്നാണ് പറയുന്നത്. അവിശ്വാസം എന്ന് പറയുന്നത് മനസ്സിലാക്കുവാനുള്ള കഴിവില്ലായ്മയല്ല, മറിച്ച് വിശ്വസിക്കുവാനുള്ള മനസ്സില്ലായ്മയാണ്. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായോ? പലപ്പോഴും നമ്മൾ അവരുടെ കഴിവില്ലായ്മ കൊണ്ടല്ല, അവരുടെ ഇച്ഛാശക്തിയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഇറ്റ് ഈസ് ദ വിൽ, നോട്ട് ദ ഇന്റലിജൻസ് ദാറ്റ് ഈസ് ഇൻവോൾവ്ഡ്. ഇറ്റ് ഡസ് നോട്ട് കം ഔട്ട് ഓഫ് ദ ഹെഡ്, ഇറ്റ് കംസ് ഔട്ട് ഓഫ് ദ ഹാർട്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാര്യം ബുദ്ധിശക്തിയല്ല, ഇച്ഛാശക്തിയാണ് അവിശ്വാസത്തിന്റെ പിമ്പിലുള്ളത്. ഞാൻ പറയും, പിന്മാറ്റം എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ഞാൻ പറഞ്ഞ പോലെ അതിനകത്ത് കൂടുതലും ചില കാര്യത്തില് അവള് പൊട്ടിയാണ്, അല്ലെങ്കിൽ അവൻ പൊട്ടനാ, അതുകൊണ്ട് അവനിങ്ങനെ ചാടി പോകുന്നതാ, 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരുമെന്നേ എന്ന് പറയത്തില്ല ചില ആൾക്കാർ. എന്നാൽ ഈ ഡൈവോഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേന് നല്ല നിലയിൽ ചിന്തിച്ച് വരും വരായികൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. ദാറ്റ് ഈസ് നോട്ട് ഫ്രം ഹെഡ്, ദാറ്റ് ഈസ് ഫ്രം ദ ഹാർട്ട്. ഞാൻ അവരോട് ചോദിച്ചു, അങ്ങനെയുള്ള ആൾക്കാരോട് സംസാരിച്ചാൽ കൗൺസിൽ ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം അറിയാൻ പറ്റും. ഞാൻ എൻ്റെ തീരുമാനം വളരെ സ്ട്രോങ് ആണ് എന്ന് പറയും. എൻ്റെ തീരുമാനം ഈ അല്ലാതെ ചാടി പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം നമ്മൾ ദൈവത്തിൻ്റെ വചനം വീണ്ടും കേൾക്കുമ്പോൾ, ഞാൻ എക്സാമ്പിളായിട്ട് പറയുക, നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പിന്മാറിപ്പോയ ഒരു വ്യക്തിയാണെങ്കിൽ പെട്ടെന്ന് അവൻ തിരികെ വരും. കാര്യം എന്ന് വെച്ചാൽ അവന് ഈ എടുത്തിയാട്ടത്തിന് ചാടിപ്പോകുന്നവരാ. എന്നാൽ വീണ്ടും ആ ദൈവത്തിങ്കിലെ വചനം കേൾക്കുമ്പോൾ അവൻ തിരികെ വരും. അത് പിന്മാറ്റമാണ്. എന്നാൽ ഹൃദയ കഠിനപ്പെട്ട ആളെ സംബന്ധിച്ച് അവന് ദൈവത്തിൻ്റെ മുമ്പിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദൈവത്തെ ത്യജിച്ച് കളയുന്ന ദുഷ്ടഹൃദയം അവനുണ്ടാക്കും. ഇതിൻ്റെ സൊല്യൂഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ അതുകൂടെ ഒന്ന് പെട്ടെന്ന് എടുത്തേച്ച് നമുക്ക് പോകാം. അതിൻ്റെ ഈ വാക്യത്തിൽ തന്നെ ഇത്രയും വിശദീകരിച്ചിട്ട് പറഞ്ഞതിന് ശേഷം നമ്മൾ പറയാം, സൊല്യൂഷൻ നമ്പർ 1,
ഈ ഇസ്രായേൽ മക്കൾക്ക് ഉണ്ടായതുപോലെ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ 12-ാം വാക്യത്തിൽ നമുക്കിങ്ങനെ വായിക്കാം. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ടേക്ക് ഹീഡ് ഓർ ടേക്ക് കെയർ ഓർ ബി അലേർട്ട് എന്നത് പറയുകയാണ്. എന്തിനാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് പറഞ്ഞ ഒന്നാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ നോക്കണം. ടേക്ക് കെയർ ഓർ ബി അലേർട്ട്, ടേക്ക് ഹീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം കഠിനപ്പെടാതിരിക്കാനുള്ള ഒന്നാമത്തെ സൊല്യൂഷൻ എന്ന് പറയാൻ നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. ഒരാളിങ്ങനെ പറഞ്ഞു, വാഹനം നമ്മളോട് ശ്രദ്ധയോടെ ഈ കാര്യങ്ങൾ ആയിരിക്കാൻ ദൈവത്തിനാത്മാവ് ശ്രദ്ധിച്ചു ജീവിക്കണം, ശ്രദ്ധയോടെ നോക്കണം, ടേക്ക് ഹീഡ്. കാര്യം നമ്മൾ ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാനുള്ള സാധ്യതയുണ്ട്, പരാജയപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഒരാൾ ഒരിക്കലും ഇങ്ങനെ പറയാൻ മതി, വാഹനം അശ്രദ്ധയോടെ ഓടിച്ചാൽ ഹോസ്പിറ്റലിൽ കിടക്കാം, ശ്രദ്ധയോടെ ഓടിച്ചാൽ ഡെസ്റ്റിനേഷനിൽ ചെല്ലാം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇതുപോലെ ക്രിസ്തീയ ജീവിതം ഇതുപോലെ തന്നെയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് പറയാം. വാഹനം ശ്രദ്ധയോടെ ഓടിച്ചാൽ നമുക്ക് ഡെസ്റ്റിനേഷനിൽ ചെല്ലാം, നമ്മൾ അശ്രദ്ധയോടെ ഓടിച്ചാൽ ഹോസ്പിറ്റലിൽ കിടക്കാം. C.H. സ്പർജൻ എന്ന് പറഞ്ഞ ദൈവാസം ഒരിക്കൽ ഇങ്ങനെ പറയാനിടയായി, യു മേ ഗോ ടു ഹെൽ ഹീഡ്ലെസ്ലി ബട്ട് യു കനോട്ട് ഗോ ടു ഹെവൻ ഹീഡ്ലെസ്ലി. ഞാൻ പറഞ്ഞത് ഹീഡ്ലെസ് ആയിട്ട് നീ പോയാൽ നിനക്ക് എവിടെ പോകാം? യു ക്യാൻ ഗോ ടു ഹെൽ. പണ്ടൊരിക്കലും ഞാൻ ഇങ്ങനെ ഒരു കഥ കേട്ടോ, ഏതോ പാസ്റ്റർ പ്രസംഗിച്ചൊരു ഞാൻ അത് കേട്ടതാ. കുറേ അദ്ദേഹം ഈ കോളേജിന് മുമ്പ് ഇരുന്നിട്ട് ഇങ്ങനെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നപ്പം കുറേ കോളേജ് പിള്ളേർ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പുള്ളിയെ കളിയാക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ ശക്തമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. പാസ്റ്റർ ഇത്രയും പ്രസംഗിച്ചല്ലോ, ഈ നരകത്തിലോട്ട് പോകാനുള്ള വഴി ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. സ്വർഗത്തെ പറ്റിയല്ലേ പാസ്റ്റർ പ്രസംഗിക്കുന്നത്? ഉടനെ പറഞ്ഞു, ഒന്നും ചെയ്യേണ്ട, നിങ്ങളിപ്പോൾ പോകുന്ന പോലെ അങ്ങ് പോയാൽ മതി, കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ശ്രദ്ധയും കരുതുന്നവരുമാകാൻ ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുക. ഒരു സത്യം, ട്രൂത്ത് ഈസ് നോട്ട് പ്രൊഡക്റ്റീവ് ഇഫ് വി ഡോണ്ട് ആക്ട് അപ്പോൺ ഇറ്റ്. നമ്മൾ പോകുന്ന പോലെ പോയാൽ ഒരു പ്രശ്നവും ഇല്ല. ശ്രദ്ധയോടെ പോകേണ്ട കാലത്ത് ആ സത്യം നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ, ഇഫ് വി ആർ ആക്ടിങ് അപ്പോൺ ഇറ്റ്, ദെൻ വി വിൽ ഗെറ്റ് ദ റിസൾട്ട്. നമുക്ക് അതിനകത്ത് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അന്നേരം ഞാൻ ഇവിടെ പറയാം, ഒന്നാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബി അലേർട്ട്. നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. നമ്മളോട് ദൈവത്തിൻ്റെ വചനം പറയുന്ന വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുന്നവരാകണം. അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുന്ന വിഷയം ഫിസിക്കലി നമ്മൾ തിരികെ പോകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഹൃദയത്തിൽ ഇസ്രായേൽ മക്കളെ പോലെ തിരികെ പോകാനുള്ള സാധ്യതയുണ്ട്. ഞാനത് ഒന്നാമത് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന കാര്യം അതാണ്. സമയം മുമ്പോട്ട് പോകുന്നല്ലോ. അതിൻ്റെ 13-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ രണ്ടാമത്തെ കാര്യം പറയുന്നുണ്ട്. നമുക്ക് അതിൻ്റെ വേഴ്സ് 13 വായിക്കാം. ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങളിൽ ആരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. ബട്ട് എക്സോർട്ട് വൺ അനദർ ഡേ ബൈ ഡേ, so long as it is called today, lest any one of you be hardened by the deceitfulness of sin. ഇവിടെ പറയാം, നിങ്ങൾ അവരെ പോലെ ഹൃദയം കഠിനപ്പെട്ട് ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് ഒന്നാമത് നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. രണ്ടാമത് പറയുന്ന ഒരു ശുശ്രൂഷ, മിനിസ്ട്രി ഓഫ് എൻകറേജിങ് ബ്രദറൻ. ഞാൻ പറഞ്ഞു, ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലായില്ലെങ്കിൽ, അന്യോന്യം പ്രബോധിപ്പിക്കുക. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് മിനിസ്ട്രി ഇൻ ദ ചർച്ച്. ചർച്ചിലുള്ള ഒരു മിനിസ്ട്രിയാണ്. നമ്മൾ ഹൃദയം കഠിനപ്പെടാതിരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് എബ്രായ വിശ്വാസികളോട് പറയുകയാണ്, നാൾതോറും എന്ത് ചെയ്യണം? അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളണം. നമ്മുടെ മീറ്റിങ്ങുകളും നമ്മുടെ അതുപോലെ തന്നെ സൺഡേ മീറ്റിങ്ങുകൾ, ഇട ദിവസങ്ങളെ മീറ്റിങ്ങുകൾ, ഇതൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നത് അന്യോന്യം പ്രബോധിപ്പിക്കാനാണ്. എക്സോർട്ട് വൺ അനദർ ഡേ ബൈ ഡേ. ഞാൻ ചോദിച്ചാൽ ഭയങ്കര എല്ലാ ദിവസവും, നമ്മൾ കൊറോണ സമയത്തായിരുന്നെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും മീറ്റിംഗ് ഉണ്ടായിരുന്നു അല്ലേ, ഡേ ബൈ ഡേ എന്ന് പറയുന്ന പോലെ. ഇവിടെ നമുക്ക് ഉള്ള നിലയിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് എന്ന് പറയുന്നിടത്തോളം അന്യോന്യം പ്രബോധിപ്പിക്കുക. ആൻ ആന്റിഡോട്ട് ഓർ പ്രിവെന്റീവ് മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഡൻസി ടു ഫോൾ അവേ ഫ്രം ദ ലിവിങ് ഗോഡ്. പാപത്തിന്റെ ചതിയിൽ കഠിനപ്പെടാതിരിക്കാനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നാൾതോറും എന്നുള്ളൊരു വിഷയമാണ്.
ഡേ ബൈ ഡേ. കാരണം എന്താണെന്നറിയാമോ? പാപത്താൽ ചതിക്കപ്പെടുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഈസി. വളരെ സിമ്പിളാണ് പാപത്താൽ ചതിക്കപ്പെട്ടു പോകാൻ. പറയുന്നത് അതുകൊണ്ട് നമ്മൾ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയാം, ഈ പാപത്തിന് ചതിക്കുന്നൊരു സ്വഭാവമുണ്ട്. ഞാൻ എപ്പോഴും സഭയിൽ പറയുന്ന കാര്യമാണല്ലോ, പാപത്തിനൊരു രസമുണ്ട്. there is an attractiveness in sin. അത് നമ്മളെ അട്രാക്ട് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ട് അതിന്. സോ നമ്മൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ അട്രാക്റ്റീവ്സ് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഡിസീവ് ചെയ്യപ്പെടും. അതുകൊണ്ട് പറയുന്നത് പാപത്തിന് എന്തുണ്ട്? ചതിയുണ്ട്, നമ്മളെ കഠിനപ്പെടുത്തുന്ന. അതുണ്ടാകാതിരിക്കണമെങ്കിൽ നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചോളണം. വി ഹാവ് ടു എക്സോർട്ട് ഡേ ബൈ ഡേ വൺ അനദർ. അന്യോന്യം. എൻ്റെ കൂട്ടു സഹോദരന് ദൈവം തരുന്ന കാര്യം ഞാൻ കേൾക്കണം, അവൻ്റെ എൻകറേജ്മെന്റ് എനിക്ക് വേണം, എൻ്റെ എൻകറേജ്മെന്റ് അവന് വേണം. അന്യോന്യം. എബ്രായ സഭയോട് പറയുമ്പോൾ ഈ മിനിസ്ട്രിയെ പറ്റി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാര്യം ഡേ ബൈ ഡേ കേൾക്കണമെന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ സാവകാശം ഉള്ളപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ചെറിയ ചെറിയ മെസ്സേജുകൾ ഇടും. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇച്ചിരി ചിന്തിക്കാൻ വേണ്ടിയാ ചർച്ചിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡേ ബൈ ഡേ എന്ന് പറയുമ്പോൾ ഈ എക്സസൈസ് ചെയ്യുന്നവർ ചില ആൾക്കാരുണ്ട്, ഈ കൊളസ്ട്രോൾ കൂടി ഏറ്റവും എൻഡിലാകുമ്പോൾ പിന്നെ പോയി ചാടി 2-3 ഒരൊറ്റ ഓട്ടവും ബഹളവും എല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് നാൾ തന്നെ കാണത്തില്ല. എൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെയൊക്കെ ഞാൻ പറയുന്നത്, നമ്മുടെ കാര്യമൊക്കെ നമ്മൾ മനുഷ്യരില്ല, നമ്മളങ്ങനെ പറയുന്നു. ഇതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഡേ ബൈ ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ അനുദിനം എക്സസൈസ് ചെയ്യുന്ന പോലെ എവറി ഡേ നമ്മൾ എന്ത് ചെയ്യണം? എക്സസൈസ് ചെയ്യണം. ഡേ ബൈ ഡേ എന്ന് പറയുന്നത് അന്നേരം നമുക്ക് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആരോഗ്യം വരുന്നത് പോലെ റെഗുലർ എക്സസൈസ് പോലെ അന്യോന്യം. ഞാൻ ചിലപ്പോൾ നമ്മൾ ഈ ചർച്ചിൻ്റെ ഗ്രൂപ്പിൽ ഇടുന്ന മെസ്സേജൊക്കെ എത്ര പേര് വായിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എത്ര പേര് വല്ലപ്പോഴും കേൾക്കുമെങ്കിലും ചെയ്യുമോയെന്ന്. നമ്മൾ വണ്ടിയെ പോകുമ്പോഴോ അല്ലെങ്കിൽ വഴിയൊക്കെ പോകുമ്പോഴോ ഒക്കെ കേൾക്കാൻ നെറ്റും ഒക്കെയുള്ള സാവകാശമുള്ളവർ കേൾക്കുകയോ അല്ലെങ്കിൽ അന്ന് കേൾക്കുക, അറ്റ്ലീസ്റ്റ് ഒന്ന് കേൾക്കുക. നാൾ തോറും നമ്മളെ എൻകറേജ് ചെയ്ത് പാപത്തിൻ്റെ ചതിയിൽ നമ്മൾ വീണു പോകാതിരിക്കാൻ വേണ്ടി അന്യോന്യം എൻ്റെ കൂട്ടു സഹോദരനെ പ്രബോധിപ്പിക്കണം, അവനെ ഞാൻ എൻകറേജ് ചെയ്യണം. ഞാൻ പറഞ്ഞ ചിലപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൂട്ടു സഹോദരൻ്റെ വിഷയത്തിൽ നമുക്ക് കൺസേൺ ഇല്ലാത്തവരായി മാറാറുണ്ട്. നമ്മൾ അന്യോന്യം പ്രബോധിപ്പിക്കും. പലപ്പോഴും ഞാൻ പറയാം, പലരും വീണു പോകുന്നതിൻ്റെ കുറ്റവാളികൾ നമ്മളും കൂടാ കേട്ടോ. നമ്മളും കൂടെ മറ്റ് പലരും വീണു പോകുന്നതിൻ്റെ കുറ്റവാളികൾ. അന്യോന്യം പ്രബോധിപ്പിക്കാനുള്ള കമാൻഡ്മെന്റ് നമുക്കുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഒരു സോഫ്റ്റ് ടച്ച് പോലും ദൈവസ്നേഹത്തിലുള്ളത് മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നതാണ്. നമ്മളൊരു വാഹനമുണ്ട്, ഞാൻ പറയാം, നമ്മുടെ സഹോദരന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. നമ്മൾ വാഹനമുള്ളവർ അവരെ എൻകറേജ് ചെയ്ത് അവരെ കൂടെ കൊണ്ടുപോകുന്നവരുണ്ട്. നമുക്ക് അവരോട് 2 കാര്യങ്ങൾ ചോദിച്ചറിയാവുന്നവരുണ്ട്. നമ്മൾ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ എപ്പപാറുത്യസിനെ പറ്റി പറയുന്നത്, നീ കർത്താവിനെ പോലെ എൻ്റെ കൂട്ടത്തിലുള്ളവനായിരുന്നു. ഞാൻ ആ വാക്യം എടുക്കാൻ സമയമില്ല. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2-ൽ പറയുന്നുണ്ട്, എന്നെ കൂട്ടത്തിൽ ചേർത്തവനായിരുന്നു. എല്ലാവരും എന്ത് ചെയ്യുന്നു? മറ്റുള്ള ആ വാക്യം ഒന്ന് എടുത്തോ, ഫിലിപ്പിയ ലേഖനം വേണമെങ്കിൽ എടുത്ത് നോക്കി വന്ന് ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2-ൽ താനിങ്ങനെ നമുക്ക് തരുന്ന ഒരു എൻകറേജ്മെന്റ് കൂടെ ആണ് അവിടെ പറയുന്നത്. നമ്മൾ ക്രിസ്തുവിൽ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ട് 2-ാം അധ്യായത്തിൻ്റെ 2-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, എല്ലാവരും സ്വന്തം കാര്യം നോക്കുന്നു. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തില 21-ാം വാക്യത്തിൽ പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ കാര്യമല്ല സ്വന്തം കാര്യം അത്രേ എല്ലാവരും നോക്കുന്നെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതുപോലെ പൗലോസ് 4-ാം വാക്യത്തിൽ പറയുമ്പോൾ ഓരോരുത്തൻ 2:4 പറയുമ്പോൾ ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം. ഓരോരുത്തരും സ്വന്തം ഗുണമല്ല. എന്നിട്ട് താൻ എപ്പപ്രാദിത്തോസിനെ പറ്റി പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ കൂടത്തിൽ എന്നെ ചേർന്നിരുന്നവനാണെന്ന് പറയുന്നുണ്ട്. ഞാൻ പറയാം, ഞാൻ പറഞ്ഞ മിനിസ്ട്രി ഓഫ് എൻകറേജിങ് ബ്രദറൻ, നമ്മൾ ചുറ്റുമുള്ള നമ്മുടെ കൂട്ടുകാരെ എനിക്ക് എൻ്റെ കാര്യം മതി അച്ഛ എന്ന് പറയുന്ന പലപ്പോഴും ഞാൻ പറയാം നമ്മൾ കണക്ക് കൊടുക്കേണ്ടവരായിട്ട് ദൈവസന്നിധി മാറാനുള്ള സാധ്യതയുണ്ട്. വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മൾ ചെയ്യുമ്പോൾ. എനിക്കങ്ങനെ വിളിക്കാൻ പറ്റുമോ? എൻ്റെ സഹോദരൻ എനിക്ക് കൊണ്ടുവരാൻ പറ്റുമോ? മറ്റൊരാൾക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ പൗലോസ് പറയുന്നത്, അവൻ്റെ സ്വന്തം ഇഷ്ടം നോക്കാതെ, എപ്പപ്രാദിസ് സ്വന്തം ശരീരം നോക്കാതെ, തൻ്റെ കാര്യം നോക്കാതെ മരണത്തോളമായി പോയി. നിങ്ങൾ ആ 2-ാം അധ്യായം പോയി വായിച്ചേക്കാണ്. അവസാനം പറയുന്നുണ്ട്, അവൻ തൻ്റെ പ്രാണനെ പോലും എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? അതിൻ്റെ ഈ 30-ാം വാക്യം 2:30 വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ 2-ാം അധ്യായത്തിൻ്റെ ഫിലിപ്പി ലേഖനമാണ് 2:30 ഇങ്ങനെ വായിക്കുന്നുണ്ട്. ലാസ്റ്റ് വാക്കിങ്ങനെ, അവൻ തൻ്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിൻ്റെ വേല നിമിത്തം മരണത്തോളമായി പോയത്
എൻ്റെ ശുശ്രൂഷയുടെ കുറവ് തീർക്കാൻ അവൻ്റെ കൂട്ടത്തിൽ വന്നു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നമുക്ക് മരണത്തോളൊന്നും ആയി പോകണ്ടെങ്കിലും നമുക്ക് അന്യോന്യം ഒന്ന് സഹായിക്കാനോ വിളിക്കാനോ സഹകരിക്കാനോ, ഒരു സഹോദരൻ വരുന്ന അല്ലെങ്കിൽ വരുന്നവനെ എടുത്തോണ്ട് വരാനോ, സഹോദരൻ വരുന്നുണ്ടോ, നമുക്ക് ഇച്ചിരി ടൈം പോയാലും അവരെ എടുത്തോണ്ട് വരും, ഞാൻ വെയിറ്റ് ചെയ്യാൻ സഹോദരൻ 5 മിനിറ്റ്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ ഞാൻ കൊണ്ടുപോകാം. നമുക്ക് നമ്മുടെ ഒരു എൻകറേജ്മെൻറ്റിൻ്റെ മിനിസ്ട്രി നമുക്ക് ദൈവം തന്നിരിക്കുക. ഞാൻ ഇടയ്ക്ക് വന്ന വഴിക്ക് ഞാൻ നമ്മുടെ പ്രാക്ടിക്കൽ ഇതായിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഞാൻ പറഞ്ഞ വിഷയം, നമുക്ക് ഈ പാപത്തിൻ്റെ ഒരു ഡിസീറ്റ്ഫുൾനെസ് ഉണ്ട്, ഒരു സിന്നിന് ഒരു ട്രിക്കറി ഓഫ് സിൻ നമ്മളെ എപ്പോഴും തകർത്ത് കളയുവാൻ തക്കവണ്ണം. അതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കിളിയെ എങ്ങനെ ഒരു വലയിട്ട് പിടിക്കുന്നത് നമുക്കറിയാം. എങ്ങനെ ഒരു എലിയെ നമ്മളൊക്കെ പിടിക്കുമല്ലോ, എലിയെ പിടിക്കുന്ന ട്രാപ്പ് ചെയ്യുന്നത് എങ്ങനെയാ, അതിന് കാണാവുന്ന ഇഷ്ടമുള്ളൊരു ഭക്ഷണം എടുത്ത് വെച്ച് കൊടുക്കും, പിന്നെ അത് പതുക്കെ ഇങ്ങനെ ചാടി വരും. അതുപോലെ തന്നെ നമ്മളെ പാപത്തിൻ്റെ അട്രാക്ഷനിൽ കൊണ്ടുവന്നിട്ട് ഈ പാപം നമ്മളെ അതിൻ്റെ ഡിസീറ്റ്ഫുൾനെസ് വഞ്ചിച്ചാ പിടിക്കുന്നത്. ഈ എബ്രായ ലേഖനത്തിൽ തന്നെ പറയുമ്പോൾ നമ്മൾ അവസാനം പറയുന്നുണ്ട്, 12-ാം അധ്യായത്തിൽ വരുമ്പോഴാ മുറുകെ പറ്റുന്ന പാപം. അത് വെച്ചാൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങി പോരാൻ വലിയ ബുദ്ധിമുട്ടാണ്. സിൻ വിച്ച് സോ ഈസിലി എൻടാങ്കിൾസ് അസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ഞാൻ പറഞ്ഞത്, നമ്മളെ പലപ്പോഴും മാറ്റിക്കളയുവാൻ ഇതിന് പറ്റും. ഞാൻ ആ വിഷയം മുമ്പോട്ട് എടുക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അടുത്ത വാക്കിയോട് വായിച്ച് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. സമയം തീരാറായി. നമുക്ക് അതിൻ്റെ 14-ാം വാക്യത്തിൽ വരുമ്പോൾ ഞാൻ പറയും, ഇപ്പൊ ഇവിടുത്തെ രണ്ടാമത്തെ സൊല്യൂഷൻ എന്താണെന്നറിയാം. നാള് കഴിയുന്നതോറും അന്യോന്യം എന്ത് ചെയ്യണം? പ്രബോധിപ്പിക്കണം. വി ഹാവ് ടു, നമ്മൾ വായിച്ചതുപോലെ തന്നെ അന്യോന്യം നമ്മൾ എൻകറേജ് ചെയ്യണം. ഈ എബ്രായ വിശ്വാസികൾ പറയുമ്പോൾ സഭായോഗങ്ങളെ ഉപേക്ഷയായിട്ട് വിചാരിക്കുന്നവരെ പറ്റി 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. നമുക്കത് വായിച്ചിട്ടുള്ള 10-ാം അധ്യായത്തിൻ്റെ 26, 28 ആ വാക്യങ്ങളിലാണ് പറയുന്നത്, സഭായോഗങ്ങളെ ഉപേക്ഷയായിട്ട് വിചാരിക്കരുതെന്ന് പറയുന്ന ഭാഗങ്ങൾ. ഞാൻ പറഞ്ഞത്, ഞാൻ ഈ 14-ാം വാക്യത്തിലേക്ക് കടന്നു വരട്ടെ. 14-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഫോർ വി ആർ ബിക്കം പാർട്ടേക്കേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ഇഫ് വി ഹോൾഡ് ഫാസ്റ്റ് the beginning of our confidence firm unto the end. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നില്ല. ഇതൊരു വലിയ വിഷയമാണ്. ഇത് വളരെ സംശയവും തെറ്റായിട്ടുള്ള ഒത്തിരി തിയോളജീസ് ഡെവലപ്പ് ചെയ്തിട്ടൊരു വാക്യമാണ്. അതെനിക്ക് നമ്മൾ ഈ വാക്യം ഒരു പ്രാവശ്യം വായിച്ചതാണ്. അതേ അധ്യായത്തിൽ നമ്മൾ എബ്രായ ലേഖനം തന്നെ വായിച്ചപ്പം ഈ 2-ാം അധ്യായത്തിൻ്റെ ഒരു ഭാഗത്ത് ഇതേ ഭാഗം പറയുന്നുണ്ട്. ഞാൻ അന്ന് കുറച്ച് വിഷയം പറഞ്ഞതാണ്. 2-ാം അധ്യായത്തിൻ്റെ നമ്മൾ വായിച്ചതിൻ്റെ 6-ാം വാക്യത്തിലും ഇതേ വിഷയം മുറുകെ പിടിക്കുന്നതിനെ പറ്റി പൗലോസ് പറയുന്നുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നമ്മൾ ഇപ്പോൾ വായിച്ചതിൻ്റെ മേളിൽ അവിടെ ഇങ്ങനെ പറയുന്നത്, പ്രത്യാശയുടെ ധൈര്യവും അഭിമാനവും നാം അവസാനത്തോളം മുറുകെ പിടിക്കുമെങ്കിൽ ഹോൾഡ് ഫാസ്റ്റ് ടിൽ ദ എൻഡ് നാം അവൻ്റെ ഭവനമാവുമെന്ന് അവിടെ പറയുന്നു. ഇവിടെ പറയുകയാണ്, വി ആർ ബിക്കം പാർട്ടേക്കേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. ഒരു വളരെ പ്രഷ്യസ് പ്രോമിസ് ആണ്. വി ക്യാൻ ബി പാർട്ടേക്കേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. ഇവിടെ ഞാൻ ഈ വിഷയം എനിക്കൊന്ന് ഇന്നത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള മുഴുവൻ സമയമില്ല. ഞാൻ എന്നാൽ ഇവിടെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് ചെയ്ത് എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഈ കേട്ടവരും എന്താ ചെയ്തുകൊണ്ടൊക്കെ ഒത്തിരി സഹിച്ചാൻ പറഞ്ഞു, എന്താണെന്നൊന്നും പിടികിട്ടുന്നില്ല, അങ്ങനെ പറയണ്ട. അതുകൊണ്ട് നമ്മൾ കേട്ട 2 വാക്യത്തിനകത്തുനിന്ന് ഞാൻ ഇവരെ പറ്റി പറയുകയാണ്. 14-ാം വാക്യത്തിൽ പറയുന്നത്, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം. ഞാൻ പറയുന്നത്, നല്ല തുടക്കം കൊണ്ട് കാര്യമില്ല. എന്താ പറയുന്നത്? എ ഗുഡ് ബിഗിനിങ് ഈസ് നീഡഡ് ബട്ട് എ ഗുഡ് എൻഡിങ് ഓൾസോ നീഡഡ്. അതാ പൗലോസ് പറഞ്ഞതിന്റെ ചുരുക്കം. നല്ല തുടക്കം കൊണ്ട് കാര്യമില്ല, നല്ല അവസാനവും കൂടെ വേണം. മുറുകെ പിടിക്കണം. നമുക്ക് ലഭിച്ച ഫെയ്ത്ത്, ആദ്യ വിശ്വാസം അവസാനത്തോളം നമ്മൾ മുറുകെ പിടിക്കണം. എങ്കിൽ വി ക്യാൻ ബി പാർട്ടേക്കേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് വിശദീകരിക്കാം. ഈ ഇസ്രായേൽ മക്കളുടെ ചരിത്രം ത്തിനകത്തുനിന്നാണ് താൻ ഇത് കൺക്ലൂഡ് ചെയ്യുന്നത്. നമ്മൾ ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നപ്പം എന്തോ ആയിരുന്നു എന്ന് വെച്ചാൽ, മിരിയാം അമ്മച്ചിയുടെ വർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തപ്പൊക്കെ എടുത്ത് തുടക്കം നല്ലതായിരുന്നു കേട്ടോ. ദൈവം കൊടുത്ത വിടുതലിനായിട്ട് അവിടെ ഒരു പാട്ടുണ്ട്. മോശ അവിടെ പറയുന്നുണ്ട്, ശത്രുവിനെ സൈന്യത്തെ ചെങ്കടൽ തള്ളിയിട്ടല്ലോ എന്ന് പറഞ്ഞ് അവര് തപ്പുമൊക്കെ എടുത്ത് നല്ല സൂപ്പർ ഒരു വർഷിപ്പൊക്കെ നടത്തി. തുടക്കം നല്ലതായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ വായിക്കുമ്പോൾ അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. ഞാൻ ഇന്ന് രാത്രിക്കാലം എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക, സമയം തീർന്നല്ലോ. ഞാൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ഭാഗം ഞാൻ ഇന്നുകൊണ്ട് തീർക്കാമെന്ന് വിചാരിച്ചാൽ നടന്നില്ല. എങ്കിലും അടുത്ത് നമുക്ക് ഈ പ്രോമിസ് ഇവിടെ ദൈവം കൊടുക്കുക. നമ്മൾ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഒന്ന്, ടേക്ക് ഹീഡ്, നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. രണ്ടാമത് നമ്മൾ പറഞ്ഞു, 13-ാം വാക്യത്തിൽ പറഞ്ഞു അന്യോന്യം പ്രബോധിപ്പിക്കണം. 14-ാം വാക്യത്തിൽ നമ്മൾ പറയാൻ പോകുന്ന 3-ാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം.
ഇന്ന് രാത്രികാലം നമുക്ക് അതിനെപ്പറ്റി അടുത്ത ക്ലാസ് വിശദമായിട്ട് സംസാരിക്കാം. ഇന്ന് രാത്രികാലം നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് നമുക്ക് നമ്മളോട് തന്നെ പറയാം. നമ്മൾ തലയിൽ, ഞാൻ നേരത്തെ ഹെഡ് നോളജ് അല്ല നമുക്ക് വേണ്ടത്. പരിശുദ്ധാത്മാവ് നമ്മൾ കേൾക്കുന്ന വചനം, ഇറ്റ് ഈസ് സ്പീക്കിംഗ് ടു മീ, എന്നോടാ സംസാരിക്കുന്നുള്ള ബോധ്യം ഇൻഡിവിജ്വലായിട്ട് നമുക്ക് വേണം. നമ്മുടെ ജീവിതത്തെ അതനുസരിച്ചിട്ട്, ഞാൻ പറഞ്ഞ പോലെ ട്രൂത്ത് നമ്മൾ അതനുസരിച്ച് ആക്ട് ചെയ്തെങ്കിലേ നമുക്കതുകൊണ്ട് റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. അണ്ടർസ്റ്റാൻഡിങ് ട്രൂത്ത് എന്ന് പറയുന്നത് ഹെഡ് നോളജാണ്. ഹൃദയത്തിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കി ദൈവസേനയിൽ കർത്താവെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ, കർത്താവ് ഇതെന്നെ കൂടുതൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ, ഐ വാണ്ട് ടു ബി പാർട്ടേക്കേഴ്സ് വിത്ത് ക്രൈസ്റ്റ്. കർത്താവെ ഞാൻ അവൻ്റെ ഭവനമാകണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി തക്കവണ്ണം നമ്മുടെ ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ദൈവങ്ങളെ ഏൽപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. ഇപ്പം പ്രിയ മനോജ് ബ്രദർ പ്രാർത്ഥിക്കുന്നതായിരിക്കും.